കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുൻനിരയിലുണ്ടായിരുന്ന കേരളത്തിലെ 14 കോളേജുകൾ അടച്ചുപൂട്ടി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത കോളേജുകളാണ് ഈ അധ്യയന വർഷം പ്രവർത്തനം അവസാനിപ്പിച്ചത്. ഇതിൽ പല കോളേജുകളും ഒരു കാലത്ത് വിദ്യാർത്ഥികളുടെ തള്ളിക്കയറ്റം ഉണ്ടായിരുന്നവയാണ്. +2 ശേഷം വിദേശത്തേക്ക് വിദ്യാഭ്യാസം തേടി പോകുന്നവരുടെ ഒഴുക്ക് വർദ്ധിച്ചതും ഡിഗ്രി കോഴ്സുകൾക്ക് പഴയതുപോലെ ഡിമാൻഡ് ഇല്ലാത്തതുമാണ് കോളേജുകൾക്ക് തിരിച്ചടിയായത്. ഒട്ടുമിക്ക കോളേജുകളിലും ഡിഗ്രി കോഴ്സുകളിലേക്ക് കുട്ടികളെ കിട്ടാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. കോവിഡിന് ശേഷം കുട്ടികളുടെ അഭിരുചിയിൽ വലിയ മാറ്റം സംഭവിച്ചിരുന്നു. മുൻപ് ഡിഗ്രിക്ക് ശേഷമായിരുന്നു വിദേശത്തേക്ക് പോയിരുന്നത്. +2 കഴിയുന്നതോടെ യൂറോപ്പിലേക്ക് പറക്കുന്നതാണ് പുതിയ ട്രെൻഡ്. 3 വർഷം നീണ്ടു നിൽക്കുന്ന ഡിഗ്രി കോഴ്സുകൾക്ക് പഴയ പകിട്ട് നഷ്ടപ്പെട്ടതും ഇത്തരം കോളേജുകൾക്ക് തിരിച്ചടിയായി. മുൻപ് ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷമായിരുന്നു പലരും മറ്റു കോഴ്സുകൾ ചേർന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ SSLCയും +2വും കഴിഞ്ഞ ശേഷം പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് തിരിയുന്നവർ വർദ്ധിച്ചു. ഈ അധ്യയന വർഷം പൂട്ടിയ 14 കോളേജുകളിൽ ഏറെയും ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ്. ഇടുക്കിയിൽ ഗിരിജ്യോതി കോളേജ് വാഴത്തോപ്പ്, ഗുരുനാരായണ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് തൊടുപുഴ എന്നീ കോളേജുകളാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത്. കോട്ടയത്ത് ഗുഡ് ഷെപ്പേർഡ് കോളേജ്, ഷെയർമൗണ്ട് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എരുമേലി, ശ്രീനാരായണ കോളേജ് പൂഞ്ഞാർ എന്നിവയാണ് അടക്കാൻ തീരുമാനിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടക്കുന്നത് മധ്യ കേരളത്തിൽ നിന്നാണ്. ഈ പ്രതിഭാസമാണ് പല കോളേജുകളുടെയും പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിലേക്ക് നയിച്ചത്. നിലവിൽ പ്രവർത്തിക്കുന്ന പല കോളേജുകളിലും പുതിയ അധ്യയന വർഷത്തിൽ ആവശ്യത്തിന് വിദ്യാർത്ഥികളെ കിട്ടാത്ത അവസ്ഥയാണ്. വരും വർഷങ്ങളിൽ പ്രതിസന്ധി കൂടുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. 2017-18 അക്കാദമിക് വർഷം മുതൽ കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സീറ്റുകൾ കാലിയായി കിടക്കുകയാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് സീറ്റുകളിൽ വിദ്യാർത്ഥികളെ ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിൽ. 2017-18 വർഷത്തിൽ 28,028 സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. 2021-22 18,169 സീറ്റുകളിലും ആളെ കിട്ടിയില്ല. പുതുതലമുറ കോഴ്സുകളോടുള്ള വിദ്യാർത്ഥികളുടെ താൽപര്യം അവരെ പരമ്പരാഗത പഠനത്തിൽ നിന്നും അകറ്റുന്നുണ്ട്.